ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രം നിങ്ങൾക്കൊരു പാഠമാകട്ടെ. ഇന്നത്തെ ഈ വഅദിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന നമ്മളോട്, നിങ്ങളോട്, എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര നന്മ കേട്ടിട്ടും നന്നാകാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു തരാ. മഹാനായ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവേ, മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്താണ് വിളിച്ചു ചോദിക്കുന്നത്? ദല്ലൂനി അലാ മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് ആരെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ? നിലവിളിച്ചുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടുകയാണ്. റബ്ബേ, സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തു, പെണ്ണേ, ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്, ലോകത്തിന്റെ നേതാവിനെ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടില്ല ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തിനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പാപം അല്ലാഹു പൊറുക്കുവോ നബിയേ, എന്റെ പാപം അല്ലാഹു പൊറുക്കുവോ നബിയേ. മുത്തുനബിയുടെ ചാരത്ത് ചെന്ന് കരയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ കരച്ചിലെന്ന് നിർത്ത്, നീ നിന്റെ നിലവിളിയെന്ന് നിർത്ത്. നീ നിന്റെ നിലവിളിയെന്ന് നിർത്ത്. എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്തിനാണ് നീ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഈ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഞാനൊരു പാപം ചെയ്തു നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പാപം ചെയ്തു, വലിയ ഒരു ദ്രോഹം ചെയ്തവളാണ് ഞാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്തത്? യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ. എന്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ, പോയാൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് അങ്ങനെ ജോലിക്ക് പോയപ്പോ ഇന്നീ സനയിതു യാ റസൂലല്ലാഹ്, ഞാൻ അവിടുന്ന് വ്യഭിചരിച്ചു നബിയേ. ഒനന്യ പുരുഷനെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടു, ഞങ്ങൾ അവിടുന്ന് വൻപാപം ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും വ്യഭിചരിച്ചു. ആ പെണ്ണ് പറയുകയാണ്, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. യാ റസൂലല്ലാഹ്, ഞാൻ ആരോടും പറഞ്ഞില്ല നബിയേ, ഒരാളും അറിഞ്ഞില്ല, ഒരാളെയും അറിയിച്ചില്ല. കാരണം ഭർത്താവ് നാട്ടിലില്ല, ഇനി മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ, മറ്റൊരാളും വീടിന്റെ അകത്തില്ല. അതുകൊണ്ട് ആരോടും പറയാതെ, ആരും അറിയാതെ ഞാൻ എന്റെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു നബിയേ. 9.5 മാസം കഴിഞ്ഞു. അവിടന്നൊരാൺകുഞ്ഞിനെ ജന്മം കൊടുക്കുകയാ, അവിടന്നൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തെന്നറിയോ പെങ്ങട്, എന്ത് ചെയ്തെന്നറിയോ പെങ്ങട്? തന്റെ പൊന്നാര മകന്റെ കഴുത്തു ഞെരിച്ചങ്ങു കൊല്ലുകയാ. അല്ലാഹുവേ, 9.5 മാസക്കാലം ഗർഭം ചുമന്നു, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചു. തന്റെ പൊന്നാര മകന്റെ കഴുത്തു ഞെരിച്ചങ്ങ് കൊല്ലുകയാണ്. എന്നിട്ടെന്ത് ചെയ്തെന്നറിയോ? മയ്യത്തെന്ത് ചെയ്തെന്നറിയുവോ? പടച്ചവനെ, ഈ പെണ്ണിനൊരു ജോലി ഉണ്ടായിരുന്നു, സുർക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. എന്നിട്ട്
പടച്ചവനെ ആ പെണ്ണ് പറയുകയാ, ഫഅൽഖൈതുഹു ഫിദ്ദില്ലി, ഏറ്റവും കൂടുതൽ പവർ കൂടിയ, ഏറ്റവും കൂടുതൽ പവർ കൂടിയ സുർക്കയുടെ ഭരണിക്കകത്ത് എന്റെ കുഞ്ഞിന്റെ മയ്യത്ത് ഞാനിട്ടു അടച്ചു വെച്ചു നബിയേ. പെങ്ങളെ, നെല്ലിക്ക ഉപ്പിലിടുമല്ലോ, മാങ്ങ ഉപ്പിലിടുമല്ലോ, ഇതുപോലെ തന്റെ കുഞ്ഞിന്റെ മയ്യത്തിന് ആ സുർക്കയുടെ ഭരണിക്കകത്ത് ഇട്ടുവെക്കുകയാ, അതിനകത്ത് കിടന്ന് അഴുകുകയാ. കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും അതിനകത്ത് കിടന്ന് അഴുകുകയാ. ഇറച്ചി മുഴുവനും അതിനകത്ത് അഴുകിയങ്ങ് ചേർന്നു. അത് കഴിഞ്ഞ് എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി. തന്റെ കുഞ്ഞിന്റെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി. എല്ലാം അതിനകത്തങ്ങ് അലിഞ്ഞു ചേർന്നു, എല്ലാം അതിനകത്ത് അലിഞ്ഞു ചേർന്നു. അല്ലാ, ഒരടയാളവും കാണുന്നില്ല. ജ്യൂസ് അടിച്ച് ചേർക്കുന്നത് പോലെ കുഞ്ഞിന്റെ ഇറച്ചിയും എല്ലുമെല്ലാം അതിനകത്ത് അലിഞ്ഞു ചേർന്നു. ഒരടയാളവും കാണാതെ വന്നപ്പോ ഫജിഅ്തുഹാ, മുത്തുനബിയേ, ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ. ഞാൻ കച്ചവടം നടത്തി നബിയേ, ഞാൻ വിറ്റു കാശ് വാങ്ങി നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ. മുത്തുനബിയിരുന്ന് കരയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. അല്ലാഹുവേ, ഒരു പെണ്ണിനിങ്ങനെ ആകാൻ പറ്റുമോ തമ്പുരാന്? അല്ലാഹുവേ, ഇവളിങ്ങനെ ആകാറ്. പടച്ചവരെ, 3 പാപം, 1 വ്യഭിചരിച്ചു, 2 കൊല ചെയ്തു. പടച്ചവനെ, ആ കുഞ്ഞിനെ അതിനകത്തിട്ട് അതും കച്ചവടം നടത്തി. അല്ലാഹുവേ, മുത്തുനബിയിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? തലമറയ്ക്കാതെ നടക്കുന്നത് പാപമാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? തലയുടെ ഒരു രോമം പോലും വെളിയിൽ കാണിക്കരുതെന്ന് നിന്റെ മതം പഠിപ്പിക്കുന്നല്ലോ, നീ പഠിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു ഒരു പെണ്ണിന്റെ തലയിലേക്ക് തീയുടെ ഒരു തൊപ്പി അല്ലാഹു ധരിപ്പിക്കുകയാണ്. ആ തൊപ്പി അങ്ങ് തലയിൽ വെക്കുമ്പോ സർവ്വതും മുലിച്ചിറങ്ങുകയാണ്. ആ പെണ്ണ് എന്തു പാപമാ ചെയ്തത്? തലയിലെ ഒരു മുടി വെളിയിൽ കാണിച്ച് നടന്ന പെണ്ണിനല്ല കൊടുക്കുന്ന ശിക്ഷ ഇതാ. ഇതറിയാത്ത പെണ്ണുങ്ങളുണ്ടോ? ചെറുപ്പക്കാരാ, എടാ, പടിവെട്ടുന്നത് പോലെ മുടിവെട്ടാൻ പാടില്ല. പടച്ചവര് മുടി ഇങ്ങനെ ഒരു സൈഡ് പറ്റപെട്ടി പിന്നെ ഇങ്ങനെ വളർത്തി നടക്കുന്നത് അത് പാപമല്ലേടാ? അല്ലാഹു ശപിച്ചവരല്ലേ? അല്ലാഹുവിന്റെ മലക്ക് ശപിച്ചതല്ലേടാ? നിനക്കതറിയുമല്ലോ, നിനക്കതറിയുമല്ലോ. എത്രയോ ഉസ്താദന്മാര് വാഴ്ന്നു പറഞ്ഞു, നിന്റെ ഉമ്മ നിന്നെ ഉപദേശിച്ചല്ലോ, എന്നിട്ടും എന്തേടാ ഇങ്ങനെ നടക്കുന്നത്? എന്തേ നന്നാകാത്തത്? എന്തേ നന്നാകാത്തത്? നിന്റെ ഹൃദയം ഇങ്ങനെ ആയതിന്റെ കാരണമാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിക്കുകയാ, നീ ഇങ്ങനെ ആകാനുള്ള കാരണമെന്താ? ചിന്തിച്ചു നോക്കും. മുത്തുനബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, നബിയെ, എന്റെ ഭർത്താവ് കച്ചവടക്കാരനാ, പോയാ ഗൾഫിൽ പോണ പോലെ 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. അങ്ങനെ ഭർത്താവ് പോയപ്പോ ഞാൻ ഒരുത്തനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു, അതിലൂടെ ഞാൻ ഗർഭിണിയായി, കലക്കാനും കൊല്ലാനും ഒന്നും നിന്നില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടന്നു. കാരണം ഇക്ക നാട്ടിലില്ലല്ലോ, ഇക്ക നാട്ടിലില്ലാത്തത് കാരണം കൊണ്ട് നടന്നു, പ്രസവിച്ചിട്ട് കുഞ്ഞിനെ ഞാൻ തന്നെ അങ്ങ് കൊന്നു. എന്നിട്ട് ഉപ്പിലിടുന്നത് പോലെ സുർക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ചു വെച്ചു. അതിനകത്ത് കിടന്ന് അഴുകി എല്ലാം ദ്രവിച്ചു കഴിഞ്ഞപ്പോ അത് അങ്ങോട്ട് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് കാശ് വാങ്ങി. അതാ പെണ്ണ് അല്ലേ?
നമുക്ക് ജോളിയെ മാത്രമല്ലേ അറിയൂ. ജോളിയുടെ കഥ വായിച്ചു നോക്ക്, എന്താ ഇങ്ങനെ ആകാനുള്ള കാരണം കേൾക്ക്. ആ പെണ്ണ് പറയാം, അത് ഞാൻ വിറ്റ് കാശ് വാങ്ങി നബിയെ. ഈ പെണ്ണ് മുത്തി നബിയുടെ മുന്നിൽ ഇരുന്ന് പറയുമ്പോ പ്രവാചകൻ പൊട്ടിക്കരയ, കൈകാല് വിറയ്ക്ക. അല്ലാ, ഇങ്ങനെ ആകാൻ പറ്റുമോ? ഇങ്ങനെ ആകാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ പെണ്ണ് അങ്ങനെ ആകാനുള്ള കാരണം മുത്തി നബി ആ പെണ്ണിനോട് ചോദിച്ചു, ഫഇന്നി അറാ അന്നകി തറക്തി സ്വലാത്തൽ അസ്രി. ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നീ അസർ നിസ്കരിക്കാറില്ലേ? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഉസ്താദെ, 18 കൊല്ലം പോറ്റി വളർത്തി എന്റെ മോള് ഞാൻ നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞപ്പോ പോലും എന്നെ പരിഗണിക്കാതെ കണ്ടവന്റെ കൂടെ ഓടി ഉസ്താദെ. എന്റെ മോൻ എന്നെ തല്ലുന്നു ഉസ്താദെ, എന്നെ ചീത്ത വിളിക്കണു ഉസ്താദെ. എന്താ ഇല്ല, എന്റെ മക്കൾ ഇങ്ങനെ ആയതെന്ത്? ഞാൻ ചോദിക്കുന്നത്, നീയൊക്കെ അസർ നിസ്കരിക്കാറുണ്ടോ? ഒരൊറ്റ ആയത്തോതി അള്ളാഹു ജീവിതത്തിലെ പാവം മുഴുവനും പുറത്തരൂ എന്ന് പറഞ്ഞൊന്ന് കൈവക്കാൻ പറയുമ്പോ അതിന് പോലും മനസ്സില്ലാത്ത ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിക്കാം, നീ അസർ നിസ്കരിക്കുമായിരുന്നോ മോനെ? നിസ്കരിക്കുമായിരുന്നെങ്കിൽ നീ കൈവക്കുമായിരുന്നു. നിസ്കരിക്കാത്തത് കൊണ്ടാണ് നിന്റെ ഹൃദയം ഇത്ര കഠിനമായി പോയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇനി പറ, ഓതിക്കൂടെ? ഓതിക്കൂടെ? കൈവക്ക്, കൈവക്ക്. സ്റ്റേജിൽ ഇരിക്കണവർക്കും പൊക്കാം, സംഘാടകർക്കും പൊക്കാം. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി പൊക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് അല്ലാഹു ഒരു പ്രതിഫലം തരും. അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ വയത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇത്രയെല്ലാം പറഞ്ഞിട്ടും കൈവക്കാൻ മനസ്സില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത്രയ്ക്കും നെഞ്ചുറപ്പ് നിനക്കുണ്ടെങ്കിൽ, അത്രയ്ക്കും വലിയ ആണത്തം നിനക്കുണ്ടെങ്കിൽ, ഇതുകൂടെ കേട്ടോ. നിനക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറയാം. നീ ഈ ലോകത്ത് എവിടെ കടന്ന് ചത്താലും, നിനക്കിനി ഏത് കൊലകൊമ്പം നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങില്ലടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. താത്താ, ഇത്ര പറഞ്ഞിട്ട് പോലും നിനക്കൊരു നല്ല നിയ്യത്ത് ചെയ്യാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, അത്രയ്ക്കും വലിയ മതവിളകി ആന വന്നാലും നെഞ്ചു വിരിച്ചിരിക്കണ ഏതെങ്കിലും താത്ത ഉണ്ടെങ്കിൽ നിനക്ക് അല്ലാഹു ഒരു പ്രതിഫലം തരും. നീ എവിടെങ്കിലും കിടന്ന് തീരുവല്ലോ, അന്ന് പള്ളിയിലെ ഖത്തീബോ ഏതെങ്കിലും സയ്യിദന്മാരോ തങ്ങന്മാരോ അല്ലെങ്കിൽ ഹാഫിദോ ആലിമോ ഹജ്ജ് ചെയ്ത ആളോ ഉംറ ചെയ്ത ആളോ ആരും നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെന്നാലും നീ പറയൂല, നിന്നെ കൊണ്ട് പറ്റൂല. നീ പറയും, ഞാൻ കാഫിർ ചാകുന്നത് പോലെയാ ചാകുന്നതെന്ന് പറഞ്ഞിട്ടേ മരിക്കത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണത്തെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു, റബീഅത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും കണ്ണുകൊണ്ട് കാണൂല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാറില്ല. അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ ആ നല്ല ഗുണം ഇന്നത്തെ രാത്രി മുതൽ, അത്രയൊക്കെ അല്ലെങ്കിലും കുറച്ചെങ്കിലും ജീവിതത്തിൽ സൂക്ഷിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അത് ഞാൻ പറയാനുള്ള കാരണം, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ. നമ്മൾ ഇറങ്ങിപ്പോകുമ്പോ ഈ താത്താമാരുടെ ഒക്കെ വരക്കം കണ്ട ആരായാലും നോക്കി പോവില്ലേ? എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്ന കണ്ട ആരായാലും നോക്കൂലേപ്പാ? നോക്കൂലേ? നിങ്ങളാരും നോക്കൂല? മലക്കളല്ല, നമ്മള് മനുഷ്യന്മാരല്ലേ? ഒരു അന്യ പെണ്ണ് നമ്മുടെ മുന്നിലേക്ക് നടന്നു വരുന്നു, സ്വാഭാവികമായിട്ട് മനുഷ്യന്മാര് നോക്കിപ്പോ. ഒന്നാമത്തെ നോട്ടം അള്ളാഹു പുറത്തുവരുന്ന, അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. ഒന്നാമത്തെ എന്തായാലും അള്ളാഹു പുറത്തുവരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നൊന്നര നോട്ടം നോക്കിയേക്കരുത്. അങ്ങനെ ഉണ്ടല്ലോ. എന്തായാലും ഒന്നാമത്തത് കുഴപ്പമില്ല, അള്ളാഹു പുറത്തുവരും. രണ്ടാമത് നോക്കുന്നില്ലേ കുഴപ്പമൊന്നും. അങ്ങനല്ല. ഒന്നാമതും രണ്ടാമതെല്ലാം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് താത്താമാര് കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കാം. നിങ്ങളുടെ വസ്ത്രധാരണയും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നീ സ്വന്തം നശിച്ചു, മറ്റൊരാളെ നശിപ്പിക്കൂടെ ചെയ്യരുത്. സ്വന്തം നന്നായില്ലെങ്കിലും മറ്റൊരാളെ നശിപ്പിക്കുന്ന സഹോദരിമാര്, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ട് നടക്കുമ്പോ എത്ര ചെറുപ്പക്കാരി ചെട്ടിപ്പടിയിൽ എത്ര എണ്ണം നിന്നെ നോക്കുന്നുണ്ട്. ഓനെക്കൂടെ എന്തിനാ പെങ്ങളെ നരകത്തിൽ കൊണ്ടുപോകണം? നീ അവനെ കൂടെ എന്തിനാ നരകത്തിലാക്കണം? നീയേ നരകവാസിയായി പോകുമ്പോ കുറെ എണ്ണത്തിനെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതിനാ? ഒരു പെണ്ണ് വിചാരിച്ചാൽ പലരെയും നന്നാക്കാൻ പറ്റുമല്ലോ. ചരിത്രത്തിൽ കാണാം, ബസ്രയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഓൻ ഏത് പെണ്ണിനെ കണ്ടാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോകും. ബസ്ര എന്ന് പറയുന്ന നാട്ടിലൊരു ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരനൊരു ഹോബി എന്ന് പറയുന്നത് ഏത് പെണ്ണിനെ കണ്ട ആഗ്രഹിച്ച ഓ കൊണ്ടുപോകും.
അപ്പൊ വൈകുന്നേരമായ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ പോയി ഇരിക്കണ പോലെ ഇങ്ങനെ പോയിരിക്കും. ഏത് പെണ്ണിനെ കാണാൻ ഇഷ്ടപ്പെടുന്ന കൂടെ പോകും. അപ്പൊ ഒരിക്കൽ കൂട്ടുകാരെല്ലാരും പറഞ്ഞടാ, ഒരു പെണ്ണുണ്ടടാ, എത്ര നോക്കിയിട്ട് ഓളെ വളയ്ക്കാൻ പറ്റണില്ല. ഇന്നിപ്പോ അതൊക്കെയല്ലേ നടക്കാം. ഇന്നിപ്പോ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് പറയടാ, എത്ര എണ്ണം നോക്കിയിട്ട് ഓള് മാത്രം വളയണില്ല, എന്നാ ഒന്ന് വളച്ചു കാണിക്കളിയാ. വൈരാദേശി മത്സരം. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞ ആരൊക്കെ നോക്കിയിട്ട് ഓള് വളയണില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരന് വാശിയായി ഓളൊന്ന് വളയ്ക്കണം. കൂടെ പുറകെ പോയി. പെണ്ണ് പറഞ്ഞു, എന്റെ പുറകെ നടന്നിട്ട് യാതൊരു കാര്യമില്ലേങ്ങായി, എന്റെ പുറത്ത് ഒന്നുമില്ല, എനിക്കൊരു ഇല്ല. ഇപ്പം പിന്നെയും പുറകെ പോവാ. അവസാനം പടച്ചോനെ എത്രയൊക്കെ നോക്കിയിട്ടും വിടുന്നില്ല. അവസാനം ഈ പെണ്ണ് തന്റെ വീടെടുക്കാറായപ്പോ ഈ പെണ്ണിനോട് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ നടക്കണേ? ഞാൻ ശരീരം മുഴുവനും മറച്ചിട്ട് അള്ളാനെ പേടിച്ചടക്കുന്ന ഒരു പെണ്ണ, നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ വരണേ? ഓൻ പറയാ, പെണ്ണേ, നിന്റെ കണ്ണുണ്ടല്ലോ, ആ മനോഹരമായ 2 കണ്ണുകളായി എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. നിന്റെ ഈ കണ്ണിന് ഇത്ര ഗ്ലാമർ ആണെങ്കിൽ നിന്റെ ശരീരത്തിന് എത്ര ഗ്ലാമർ ആയിരിക്കും. ഈ കണ്ണ് കണ്ടിട്ടാ. ചെറുപ്പക്കാരാ, ഇതൊക്കെ കണ്ടിട്ടാ, ഈ ചരിത്രമൊക്കെ വായിച്ചിട്ടാ ഓരോരുത്തന്മാര് സിനിമ എഴുതണം. മനസ്സിലായ? ചെറുപ്പക്കാരൊക്കെ ചിരിക്കണം. ഇതൊക്കെ വായിച്ചു നോക്കിയിട്ടാ പലമാരും പല സിനിമകൾ ഇറക്കുന്നത്. ഈ പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറയുക, നിന്റെ കണ്ണ്, ആ ഒരൊറ്റ കണ്ണിന് ഇത്ര ഗ്ലാമർ ആണെങ്കിൽ നിന്റെ ശരീരത്തിന് എന്തായിരിക്കും പെണ്ണെ? ഈ കണ്ണാ. അല്ലാഹുവേ പടച്ചവനെ, ആ പെണ്ണ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്, ഞാൻ നിനക്കൊരു സമ്മാനം കൊടുത്തു വിടാം. ആ ചെറുപ്പക്കാരനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടാ. ഈ പെണ്ണ് നിലവിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടാ. എന്തിനാ നിലവിളിച്ചെന്നറിയോ? അല്ലാ, എന്റെ ഈ കണ്ണാണല്ലോ അല്ലാ ഇവനെ ഈ പാപം ചെയ്യിപ്പിച്ചത്. എന്റെ ഈ 2 കണ്ണുകൾ കാരണമാണല്ലോ അല്ലാ ഇവൻ എന്റെ പുറകെ വന്നത്. പടച്ചോനെ, ഞാൻ തെറ്റ് ചെയ്തല്ലോ അല്ലാ, ഞാൻ പാവിയായി പോയല്ലോ അല്ലാ, എന്റെ ദുനിയാവ് ആഖിറവും പോയല്ലോ അല്ലാ, ഒരുത്തനെ ഞാൻ പിഴപ്പിച്ചല്ലോ തമ്പുരാനെ. അല്ലാഹുവേ, വീടിന്റെ അകത്തേക്ക് പോയിട്ട് പൊട്ടിക്കരയാ. എന്നിട്ട് ഈ പെണ്ണ് തന്റെ വീട്ടിലെ ജോലിക്കാരിയെ വിളിച്ചു ഒരു കത്തി എടുത്തുകൊണ്ട് വരാൻ. എന്നിട്ട് പറഞ്ഞു, 2 കത്തി കൊണ്ട് തന്റെ കണ്ണ് 2 കൃഷ്ണമണി അങ്ങ് ചൂഴ്ന്നെടുത്തു. തന്റെ കണ്ണിന്റെ കൃഷ്ണമണികൾ ചൂഴ്ന്നെടുത്തിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് പറഞ്ഞു, ഈ കണ്ണ് കണ്ടിട്ട് വന്ന ഒരുത്തനൊരു സ്ഥലത്തിരിപ്പുണ്ട്, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തേരെ. അല്ലാഹുവേ പടച്ചോനെ, ആ പെണ്ണ് ആ പയ്യനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലാഹുവിനെ പേടിയില്ലടാ നിനക്ക്? എടാ, മരിക്കണ്ടേടാ ചെറുപ്പക്കാരാ. ആ പെണ്ണ് ചോദിച്ച ചോദ്യം, മരിക്കണ്ടേ നിനക്ക്? അല്ലാഹുവേ, ചെറുപ്പക്കാരൻ വളരെ ആ സന്തോഷത്തോടെ കാത്തി നിൽക്കാ. വീട്ടിലെ പെണ്ണ് കൊണ്ടുപോയിട്ട് പൊതി കൊടുത്തിട്ട് പറഞ്ഞു, യജമാനത്തി തന്നതാ നിനക്ക് തരാൻ. അല്ലാഹുവേ, ചെറുപ്പക്കാരൻ തുറന്നു നോക്കുമ്പോ 2 കൃഷ്ണമണികൾ രക്തത്തിൽ കുളിച്ചിരിക്ക. ചെറുപ്പക്കാരൻ വലിച്ചെറിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് പോയി. കിടന്നിട്ടുറക്കം വരുന്നില്ല. മനസ്സിനൊരു സമാധാനമില്ല. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. അവസാനം ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പെണ്ണിനോടൊന്ന് പൊരുത്തം ചോദിക്കണമല്ലോ. ആ പെണ്ണ് ചോദിച്ച ചോദ്യം, നീ മരിക്കേണ്ടവനല്ലേടാ, നീ അല്ലാഹുവിനെ കുറിച്ച് എന്തേ ഓർക്കാത്തത്? ആ പെണ്ണ് ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇങ്ങനെ ഇടിത്തീ വീടുന്നത് പോലെ തന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. അവസാനമല്ലാ ആ പെണ്ണിന്റെ കാല് പിടിച്ചിട്ടൊന്ന് പൊരുത്തം ചോദിക്കാറ്. അവസാനം ആ ചെറുപ്പക്കാരൻ തന്റെ വീട് ലക്ഷ്യമാക്കി, ആ പെണ്ണിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ആ സുന്ദരിയായ പെണ്ണിന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുന്ന രംഗമാണ്, ആ ജനാസ കൊണ്ടുപോകുന്ന രംഗമാണ്. കണ്ണ് ചൂടിനെടുത്തിട്ട് കണ്ണിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചൊലിച്ച് അവസാനം ആ പെണ്ണു മരിച്ചുപോയി. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത്. അല്ലാ, നിലവിളിച്ചുകൊണ്ട് ഓടിയടി പെങ്ങള്. ആ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവസാനം ആരായെന്നറിയോ? നാട്ടിലെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ നടന്നിരുന്ന ചെറുപ്പക്കാര്. താൻ ഇഷ്ടപ്പെടുന്ന ഏത് പെണ്ണിനെയും പടച്ചവനെ തന്റെ വഴിതിയിലേക്ക് കൊണ്ടുവരുന്ന സൗന്ദര്യവാനായ ചെറുപ്പക്കാരൻ ആരായെന്നറിയുവോ? ലോകം അറിയുന്ന പണ്ഡിതനായി മാറിയെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ ആ ബസ്ര
ബസ്രയുടെ തെരുവിൽ നടന്ന ചെറുപ്പക്കാർ ലോകമറിയുന്ന പണ്ഡിതനായെന്ന് ചരിത്രം പറയുമ്പോ നിങ്ങളെ ജനങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകലല്ല, അവനെ നന്നാക്കാൻ നീ പരിശ്രമിക്കൂ, അതിന് കാരണക്കാരിയായി നടക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ. ചെയ്തു പോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു പിരിയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഓഫർ ചെയ്യുന്ന സ്വർണത്തിന്റെ സിംഹാസനം നിനക്ക് വേണോ? മുത്തുനബിയുടെ കൂട്ടുകാരനാകണോ? അനസുതങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂല് മദീനത്ത് കിടക്കുന്ന മുത്തുനബി നിന്നെ സ്നേഹിക്കണോ? ആ പ്രവാചകന്റെ മുന്നിൽ നിനക്കൊരു സ്നേഹമോ വിലയോ വേണോ? ചെറുപ്പക്കാരാ, പെങ്ങളെ, ഹറാമുകൾ കാണുന്നത് ഒഴിവാക്കൂ. ഇന്നത്തെ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് നിയ്യത്ത് ചെയ്യൂ, അല്ലാഹുവേ, ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് ഈ പരിശുദ്ധമായ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഉസ്താദേ, ഇന്നത്തെ രാത്രി മുതൽ ഹറാം കാണുന്നത് കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കും ഉസ്താദ്. കഴിവിന്റെ പരമാവധി പാപങ്ങൾ കാണുന്നത് ഞാൻ ഒഴിവാക്കും. ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാ ഞാൻ തൗബ ചെയ്യും ഉസ്താദ്. അല്ലാഹുവേ, ആരെല്ലാം ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഹറാം കാണില്ല എന്ന് പടച്ചവനെ നിയത്ത് ചെയ്യുന്നോ, അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ആ കണ്ണുകൊണ്ട് മുത്തുനബിയെ കാണാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ കണ്ണുകൊണ്ട് മുത്തുനബിയെ കാണാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവരെ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ സൈഡില് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ടല്ലോ, ആ കല്ല് മക്കത്ത് പോയിട്ടൊന്ന് കാണാൻ, അതിലൊന്ന് ചുംബിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്നെ കാണണ്ട കണ്ണാണല്ലാ, നിന്നെ കാണണ്ട കണ്ണാണല്ലാ. ഈ കണ്ണുകൊണ്ട് നിനക്കിഷ്ടമില്ലാത്തത് കാണില്ല എന്നാര് നിയത്ത് ചെയ്യുന്നുണ്ടോ, അവർക്ക് നിന്റെ ലിഖാ കാണാ. പടച്ചവരെ, നിന്നെ ഒന്ന് കൺകുളിർത്ത് കാണാൻ റബ്ബേ, ഈ നിയത്ത് ചെയ്യുന്നവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നു മുതൽ, ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ്, ഓർമ്മയുള്ള കാലത്തോളം ഉസ്താദെ, കഴിവിന്റെ പരമാവധി അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞങ്ങൾ കാണൂല. ഇനി എന്തെങ്കിലും കണ്ടുപോയാ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യും. നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്, ഞാൻ രക്ഷപ്പെട്ടു. അല്ലാഹു സ്വർഗവാസികളെ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഈ 12 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നതിന് എന്തായാലും പ്രയോജനമുണ്ടായി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 നിർത്താറായോ? 11:20 നിർത്താറായ? അരമണിക്കൂറും കൂടെ ഇരിക്കും. ആ 12 മണിക്ക് ദുആ ചെയ്യാം. പുതിയ വർഷം തുടങ്ങുമ്പോ നന്മ ചെയ്തുകൊണ്ട് വെളിയിൽ പോണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, 2020 ഒന്നാമത്തെ മിനിറ്റ് ഈ സ്വർഗത്തിരുന്ന് തൗബ ചെയ്തിട്ട് പോകാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കൂലേ? അരമണിക്കൂറും കൂടെ ഇരിക്കാന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈ പൊക്കിക്ക്. ആ പൊക്കിയ കൈ നേരെ പോക്കറ്റിട്ട് എന്നിട്ടൊരു സദക്ക എടുക്ക്. ബക്കറ്റ് എടുക്ക്. എല്ലാവരും തന്റെ പോക്കറ്റിൽ ചിരി. ഇപ്പൊ ചിരിക്കാൻ ആരെ കൊണ്ടും പറ്റും. ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ച് തിരുവനന്തപുരം RCCയിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഇവിടെ കടത്തിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോക്കോളെ. അല്ലോ 1001 രൂപ പള്ളിക്ക് ദുആ ചെയ്യാൻ. ആർക്ക് വേണം? അപ്പോ
2 കിഡ്നിയും തകർന്നുപോയി. 30-35 ലക്ഷം രൂപ മാറ്റിവെക്കാൻ 501 രൂപ പള്ളിക്ക്. ആർക്ക് വേണം ആമിനത്ത് 501? അപ്പോ അതുകൊണ്ട് ഞാൻ പറയുന്ന അപ്പോഴല്ല കൊടുക്കേണ്ടത്, ഇപ്പൊ കൊടുക്ക്. ഇപ്പൊ കൊടുത്ത അങ്ങനെ ഒരു ഗതി അള്ളാഹു നിനക്ക് വരുത്തൂല. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ? ഇന്നല്ല മാറ്റിത്തരും, കൊടുക്ക്. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖ വിപത്തുകളെ തട്ടിമാറ്റും. മനസ്സറിഞ്ഞിട്ട് കൊടുക്കടാ ചെറുപ്പക്കാരാ, മനസ്സറിഞ്ഞിട്ട് കൊടുക്ക്. അള്ളാഹുവേ, നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഈ 10 രൂപ മതികട മാറ്റാൻ. കുടുംബമൊന്നും വിൽക്കണ്ട, നിന്റെ സമ്പാദ്യം മുഴുവനും വിൽക്കണ്ട, പെങ്ങളെ സ്വർണവും വീടും പറമ്പും ഒന്നും വിൽക്കണ്ട, പള്ളിയുടെ മുന്നിലൊന്നും പിരിവിന് പോകണ്ട. മനസ്സറിഞ്ഞിട്ട് കയ്യിലുള്ളത് 5 പൈസയാണെങ്കിൽ 1 രൂപയാണെങ്കിൽ ആ ബക്കറ്റിലിട്. നിനക്ക് അള്ളാഹു നിന്റെ എല്ലാ മുസീബത്തും മാറ്റിത്തരും, എല്ലാ ശർറും അള്ളാഹു മാറ്റിത്തരും, നിന്റെ പ്രയാസങ്ങളും മാറ്റിത്തരും. പറ സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലമ. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ പടച്ചവനെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു, കരുണക്കടലായ അല്ലാഹ് അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളെ തൊട്ട് ക്യാൻസർ, ട്യൂമർ പോലെയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളെ തളർന്നു പോകുന്ന, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ ഈ പാപങ്ങൾക്ക് കൊടുക്കല്ലേ അല്ലാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് കയ്യിലുള്ളതിലൊരു നല്ല സദഖ കൊടുക്കുന്നു, തന്റെ സമ്പാദ്യം മുഴുവനും മരുന്നു വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു മാരക രോഗമോ കൊടുക്കല്ലേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടന്ന അനസ് റളിയല്ലാഹു തആല അൻഹു അദാ റബീഅത്ത് ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് നിന്നെ മുത്തുനബി കണ്ടാ സ്നേഹിക്കുമായിരുന്നു എന്ന് പ്രവാചകന് പറയാനുള്ള രണ്ടാമത്തെ, പ്രവാചകനെ സ്നേഹിക്കുമായിരുന്നു എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണമെന്തെന്നറിയുവോ? ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ 5 വഖത്ത് നമസ്കരിക്കാ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. നിസ്കരിക്കാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനായിരുന്നു. ജമാഅത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ചെറുപ്പക്കാരനായിരുന്നു. തന്റെ കാലുകൾ കൊണ്ട് പള്ളിയിലേക്ക് നടക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ജമാഅത്തായുള്ള നിസ്കാരമുണ്ടല്ലോ. മഹാനായ ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, പള്ളി നടന്നുപോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു നല്ല ഗുണമുണ്ടായിരുന്നു. പള്ളിയിലേക്ക് നടക്കുക, ജമാഅത്ത് നിസ്കരിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് പള്ളിയിലേക്ക് നടന്നു പോകുന്ന എത്ര പേരുണ്ട്? അള്ളാടെ പള്ളി നിസ്കരിക്കാൻ, ഇന്നത്തെ ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് നടന്നുപോയ ആണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്കും. നടന്നുപോയവര്, വണ്ടിയിൽ പോയവര് ഞാൻ ചോദിച്ചില്ല. അൽഹംദുലില്ലാ, നിങ്ങൾ പിന്നെ പള്ളി ഇല്ലാത്തോണ്ട് വീട്ടിൽ നിസ്കരിച്ചാൽ മതി. അള്ളാടെ പള്ളിയിലേക്ക് നടന്നുപോയാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? നിർത്താം. അള്ളാടെ പള്ളിയിൽ നിസ്കരിക്കാൻ നടന്നു പോകുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഈ സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലുണ്ട്, അറിയോ? ചമ്രവട്ടം പാലം പോലല്ല.
സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലുണ്ട്. ഈ പാല് മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി. എല്ലാവരും ഈ പാലത്തിൽ കയറിയാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. ഈ പാലത്തിന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഇതിന് വലിയ നീളമാണ്, വർഷങ്ങളോളം നീളമാണ്. കയറ്റം, നിരപ്പ്, ഇറക്കം എല്ലാം ഉണ്ട്. കോടാനി 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 കൊല്ലം നടന്നാലും ഈ പാലം ഒന്ന് കടക്കാൻ പറ്റൂല. വർഷങ്ങളോളം നടക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, 50,000 കൊല്ലം, 70,000 കൊല്ലം എന്നൊക്കെയാ പറയുക നടക്കേണ്ടത്. അപ്പൊ 70,000 കൊല്ലം എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ കൊല്ലം പോലെയല്ല. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. എങ്ങനെ? അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം. അപ്പൊ കാൽക്കുലേറ്ററിൽ പോലും കുത്തിയാ ഇതിനൊരു കണക്കുണ്ടാകില്ല. അപ്പൊ ഈ കിടക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന നരകത്തിന്റെ മുകളിലൂടെ അള്ളാഹു വലിച്ചു കെട്ടിയിരിക്കുന്ന പെണ്ണെ, നിന്റെ ഒരു തലമുടി എടുത്തിട്ട് 7 ഭാഗമാക്കണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ടല്ല, ഇങ്ങനെ നീളത്തിൽ കീറണം. ഇങ്ങനെ 7 എണ്ണം ആക്കുമ്പോ അതിൽ ഒരെണ്ണെടുത്ത് ഇങ്ങനെ നോക്കണം എത്ര ഉണ്ടെന്ന്. ഇതാ അതിന്റെ കനം. ഇത്രേ ഉള്ളൂ നേർമ. ഒരു മുടി 7ആയിട്ട് മുറിച്ചിട്ട് അതിലൊരംശം ഇങ്ങനെയാണോ അത്രയ്ക്കേ ഉള്ളൂ കനം. അങ്ങനെയുള്ളൊരു പാലം. സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈഫി. മുത്തുനബി പറയുന്നു, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാളും മൂർച്ചയാ. വല്ലാത്ത ഇരുള്, വല്ലാത്ത വഴുവഴുപ്പ്. അല്ലാഹുവേ, ഈ നീളമുള്ള പാലത്തിൽ കൂടെ വേണം സ്വർഗത്തിൽ പോകാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ എത്ര കൊല്ലം നടക്കേണ്ടി വരും ഇതൊന്ന് കിടക്കണമെങ്കിൽ? ഈ പാലമൊന്ന് കടക്കണമെങ്കിൽ എത്ര കൊല്ലം നടന്നാൽ നമ്മളൊക്കെ ഒന്ന് സ്വർഗത്തിൽ പോകാം? അള്ളാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മഹാന്മാര് പറയും, ചരിത്രത്തിലൊക്കെ കാണാം, ചില ആൾക്കാർ ഒരു കാലെടുത്ത് വെക്കുമ്പോ തന്നെ 50,000 വർഷം സഞ്ചരിച്ച ദൂരം അങ്ങ് പോകും. ഒറ്റ കാലെടുത്ത് വെക്കുമ്പോ തന്നെ, ഒരു കാലെടുത്ത് വെക്കുമ്പോ തന്നെ വർഷങ്ങളോളം, കോടിക്കണക്കിന് വർഷം സഞ്ചരിക്കുന്ന ദൂരം ഒറ്റ ചുവട്ടടിയിൽ 7 സ്ഥലങ്ങളിലേക്ക് നടന്നാൽ, 7 സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും കാലുകൊണ്ട് നടന്നുപോയാൽ അവൻ നാളെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ ഒരു കാലെടുത്ത് വെക്കുമ്പോ കോടിക്കണക്കിന് കൊല്ലം സഞ്ചരിച്ചാൽ പോകേണ്ട ദൂരം ഒറ്റയടിക്ക് അള്ളാഹു മാറ്റിക്കൊടുക്കും. അള്ളാഹു സ്വർഗത്തിലേക്ക് അടുപ്പിച്ചു കൊടുക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 7 സ്ഥലങ്ങളിൽ, സിനിമാ തിയേറ്ററിലോ ഫുട്ബോൾ കളി കാണാനോ ഗാനമേളയ്ക്കൊന്നുമല്ല, 7 സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും നടന്നാൽ, എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് നടന്നു പോകുന്ന സഹോദരാ, പടച്ചവനെ, അതാ ചരിത്രം പറയുകയാണ്. മഹാനായ റബീഅത്ത് ബിൻ ഹുസൈൻ തങ്ങളുണ്ടല്ലോ, പടച്ചവനെ ഒറ്റ വഖത്ത് പോലും മുടക്കിയിട്ടില്ല. അവസാനം രോഗം പിടിച്ചിട്ട് നടക്കാൻ വയ്യ. രോഗം പിടിച്ചിട്ട് നടക്കാൻ വയ്യ. 2 ആൾക്കാരുടെ തോളിൽ കൈയിട്ടിട്ടാണ് തങ്ങളവിടന്ന് നടക്കുന്നത്. 2 പേരുടെ തോളിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടപ്പോ അവിടുന്ന് ചിലര് ചോദിക്കുന്നു, തങ്ങള് നടക്കാൻ ആരോഗ്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് പിന്നെയും പള്ളിയിലേക്ക് വരുന്നത്? വീട്ടിൽ നമസ്കരിക്കാമല്ലോ. ആ സമയത്ത് മഹാനായ റബീഅത്ത് ബിൻ ഹുസൈൻ തങ്ങളെ പറഞ്ഞത് എന്തെന്നറിയോ? വിജയത്തിലേക്ക് വരൂ. ആ വിളി കേട്ടാ എങ്ങനെ പോകാതിരിക്കാരാ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നിങ്ങൾ വിജയത്തിലേക്ക് വരൂ എന്ന് റബ്ബിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുന്നത് കേട്ടിട്ട് എങ്ങനെയാ മനസമാധാനത്തോടുകൂടി വീട്ടിലിരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് പള്ളിയിലേക്ക് നടക്കുന്നതെന്ന് മഹാനവറുകൾ അവിടെന്ന് പറയുമ്പോ, രോഗം പിടിച്ചാലും നടക്കാൻ കഴിവില്ലെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടക്കുന്ന വാപ്പാ, ഒരു ചുവട്ടടി വെറുതെയല്ല, നീ ചവിട്ടുന്ന ഒരു ചുവട്ടടി വെറുതെയല്ല. അത് നാളെ സിറാത്തിൽ വെക്കുമ്പോ വർഷങ്ങളോളം സഞ്ചരിക്കുന്ന ദൂരം അല്ലാഹു അടുപ്പിക്കുകയാ.
പെട്ടെന്ന് പോകാം. കോടാനി 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 കൊല്ലം നടന്ന തീരാത്ത സിറാത്തുണ്ടല്ലോ, നിനക്ക് പെട്ടെന്ന് നടക്കാവാപ്പാ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നവനല്ലേ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്ന കാൽച്ചുവട് വെറുതെയല്ല, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്ന കാൽച്ചുവട് വെറുതെയല്ല. പെങ്ങളെ, നീ വിചാരിക്കും ഉസ്താദ് ഞങ്ങൾക്ക് ജമാഅത്ത് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാൻ കഴിയില്ലല്ലോ, അവസരം നിങ്ങൾക്കില്ലല്ലോ. പെങ്ങളെ പേടിക്കണ്ട, അല്ലാഹുവിന്റെ ഇൽമു പറയുന്ന ഈ വഅദിന്റെ സദസ്സിലേക്ക് നടന്നത് വെറുതെയല്ല ഉമ്മ, നടന്നത് വെറുതെയല്ല ഉമ്മ. ഇവിടേക്ക് നടന്ന ഓരോ ചുവട്ടടിയും നാളെ നിനക്ക് സിറാത്തിലെ പ്രയോജനമാ. വഅദിന്റെ സദസ്സുകളിലേക്ക്, സ്വലാത്തിന്റെ സദസ്സുകളിലേക്ക്, നന്മ പറയുന്ന സദസ്സിലേക്ക് നടക്കുന്ന ഓരോ ചുവട്ടടിയുണ്ടല്ലോ, ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പടച്ചവനെ രോഗം പിടിച്ചിട്ടും നടന്നു വന്ന ഉമ്മ, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എളുപ്പം പോകാം ഉമ്മ. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാണ്, വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ വണ്ടിയിലാണ് പള്ളിയിൽ പോകുന്നതെങ്കിലും, നിങ്ങൾ വണ്ടിക്കകത്താണ് പള്ളിയിൽ പോകുന്നതെങ്കിലും, പള്ളിയുടെ മുന്നിലെത്തുമ്പോ പറയണം, മക്കളെ വണ്ടി നിർത്തടാ. എന്ത് ചെയ്യണം? ഇപ്പൊ വണ്ടി പള്ളിക്കകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ അവിടെ വരെ നമ്മൾ കയറ്റും, പള്ളിക്കകത്ത് വണ്ടി കയറ്റാൻ പറ്റുമെങ്കിൽ അതിനകത്ത് വരെ കയറ്റുന്നവരാ നമ്മൾ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാ, നടന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവർ നടന്ന് തന്നെ പോകുക. കാരണം ആ കാൽ ചുവട് നാളെ നിനക്ക് സ്വർഗത്തിലേക്ക് ചവിട്ടാൻ എളുപ്പം ഭാഗ്യം കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ വയ്യാത്ത വാപ്പ ചോദിക്കും, ഉസ്താദെ നമുക്ക് വയ്യല്ലോ. വാപ്പ വയ്യെങ്കിലും നിന്റെ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ഇവിടത്തെ പള്ളിയുടെ തൊട്ടു മുന്നിൽ കൊണ്ടുപോകുമ്പോ പറയണം, മോനെ ഒന്ന് നിർത്തടാ, ഞാനൊന്ന് നടക്കട്ടെ. വണ്ടി പള്ളിയുടെ മുന്നിലെത്തുമ്പോ പറയണം, മോനെ ഒരു 10 ചുവട്ടിടിയെങ്കിലും വാപ്പ ഒന്ന് നടക്കട്ടേടാ. അല്ലാഹുവേ സിറാത്തി എളുപ്പത്തിൽ കടക്കാൻ പെടാ മോനെ, നടന്ന് ഒരു 10 ചുവട്ടിടിയെങ്കിലും നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു വേണം പോകാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങൾ ചെറുപ്പക്കാരെന്റെ മുഖത്ത് നോക്കുന്നു, ഉസ്താദ് ഇത് പള്ളി പോകുന്നവർക്കല്ലേ, പള്ളി നിസ്കരിക്കാൻ പോകുന്നവനല്ലേ നടക്കേണ്ടത്. പോകാത്ത എനിക്ക് വെള്ളിയാഴ്ച മാത്രം ജുമായ്ക്ക് പോണേ, എനിക്കിപ്പോ എന്താ ഇല്ലേ, വെള്ളിയാഴ്ച മാത്രം ജുമായ്ക്ക് ഇമാമങ്ങട്ട് വാലെടുക്കുമ്പോ ചാടി കയറണേ, എനിക്കിപ്പോ അതൊന്നും ബാധകം ഇല്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ മഹത്വം ഞാൻ പറയണില്ല, എല്ലാവർക്കും അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് മതിയല്ലോ, ജമാഅത്തായി നിസ്കരിച്ചാൽ പൊന്നുമോനെ 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്നല്ലേ. നമസ്കാരം നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ലല്ലോ. നിസ്കാരത്തിന് വല്ലാത്ത മഹത്വവും പവിത്രതയും സ്ഥാനവും മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അവസാനം മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ ആ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ മുത്തുനബി ഓർമ്മപ്പെടുത്തിയത് ഹജ്ജിന് പോകണമെന്നല്ല, ഉംറ ചെയ്യണമെന്നല്ല, സദക്ക കൊടുക്കണമെന്നല്ല. അള്ളാഹുവിന്റെ റസൂൽ ആ വഫാത്തിന്റെ വേളയിലും ഓർമ്മപ്പെടുത്തിയത് നിസ്കാരത്തെ കുറിച്ചായിരുന്നു. നിസ്കരിക്കണമെന്നായിരുന്നു, നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കരുതെന്നായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പൗരത്വ ബില്ലൊക്കെ പാസാക്കി. എന്തുകൊണ്ട് പാസാക്കി? ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. എന്തുകൊണ്ട് സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അള്ളാഹു ഈ യുവന്മാരെയൊക്കെ നമുക്കെതിരെ കൊണ്ടുവരാനുള്ള കാരണം എന്താ? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് തന്നെ. നമ്മളൊക്കെ അള്ളാനെ വഴിപ്പോ ബാബരി മസ്ജിദ് പോയി. എന്തുകൊണ്ട് പോയി? എല്ലാ നിയമങ്ങളും നമുക്കെതിരായി. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവന്മാരെ നമ്മൾ ഭയക്കുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കാനുള്ള കാരണം നമ്മുടെ കയ്യിലും പല പോരായ്മകളുണ്ട്. എന്തുകൊണ്ട് സഹോദരങ്ങളെ? ഇന്ത്യ മഹാരാജ്യത്ത് 25 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഈ 25 മുത്തുനബി പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ ആയുധം മാറ്റം ബോംബോ മിസൈലുകളോ തോക്കുകളോ ഒന്നുമല്ല, ഒരു മുസ്ലിമിന്റെ ദുആ, ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഒറ്റ വെള്ളിയാഴ്ച ജുമായ്ക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റ ദുആ ചെയ്തപ്പോ വെള്ളമൊക്കെ പോയില്ലേ? മഴയൊക്കെ നിന്നില്ലേ? എങ്ങനെ നിന്ന് സഹോദരൻ? നമ്മൾ ദുആ ചെയ്തപ്പോ നിർത്തി.
പക്ഷെ ആ ദുആ നമ്മൾ ഇപ്പം ചെയ്താൽ നമുക്ക് സഹായം കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്ത്? ഇന്ത്യയിലെ 25 കോടി മുസ്ലിമീങ്ങൾ ഒരൊറ്റ വെള്ളിയാഴ്ച മനസ്സറിഞ്ഞിട്ട് ഒരൊറ്റ ദുആ ചെയ്താൽ പിന്നെ ഒരുത്തരും കാണൂല എവിടെങ്ങും. പക്ഷെ നമ്മൾ ദുആ ചെയ്യാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്താൽ സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. അള്ളാഹിൽ നിന്ന് നമ്മൾ അകന്നപ്പോ അള്ളാഹു ഇങ്ങനെയൊക്കെ നമ്മളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അള്ളാഹു നമുക്ക് നന്നാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു നന്നാ